പല ആളുകൾ എന്നെ കാണാൻ വേണ്ടി വരുമ്പോഴും ആളുകൾ വിചാരിക്കും ഇപ്പം എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, അത് വേഷങ്ങളില്ല, വേഷഭൂഷാദികളൊന്നുമില്ല. അങ്ങനെ വന്നൊരു പള്ളിയിലച്ഛൻ്റെ കാര്യം ഒരിടയ്ക്ക് ചേട്ടൻ എൻ്റെ അടുത്ത് പറയാൻ ഇടയായി. അദ്ദേഹം ലോഹം ഊരി വെച്ചൊരു കഥ. അവർ നോക്കിയിട്ടും പറഞ്ഞത് റിക്കവർ ചെയ്യില്ല എന്ന് പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് സംഭവിച്ചത് ബ്രെയിൻ വർക്ക് ചെയ്യില്ല, പിന്നെ അറ്റാക്ക് വന്ന് ഒരു ശ്വാസം തിരിഞ്ഞു പോയി, സംസാരശേഷി നഷ്ടപ്പെട്ടു. ഇതാണ് സിറ്റുവേഷൻ. ചെന്നിട്ടൊരു 20-25 മിനിറ്റ് കൊണ്ട് ആൾ സംസാരിക്കുകയും എൻറ്റുകയും ചെയ്തൊരു സിറ്റുവേഷൻ ഉണ്ടായി. അത് ഉണ്ടായ സംഭവമാണ്. ആ സംഭവം നടന്ന സമയത്ത് താങ്കളുടെ കഴുത്തിൽ കിടക്കണ കൊന്ത ഊരി തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു ഊരി തരാമെന്ന്. ഊരി തന്ന് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴും പുള്ളി ആകെ സീനായി, അവിടെ വെട്ടിയലിച്ച് വീണു. അവിടെ കിടന്ന അദ്ദേഹത്തിനൊരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം മരണാനന്തര ചടങ്ങൊക്കെ നടത്തി കഴിഞ്ഞാൽ പുള്ളി അന്ന് ഉറങ്ങില്ല. ഐസിയിൽ കിടന്ന ഒരു വ്യക്തിയുടെ അസുഖം മാറ്റിയെന്ന് പറയുമ്പോൾ തന്നെ അത് ഇനിയും ഇങ്ങനത്തെ ആളുകൾ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യേണ്ട അതൊരു ചലഞ്ചിങ് ഒക്കെ ആയിട്ട് മാറില്ലേ. ജീവിതത്തിൽ ഒരുപാട് നെഗറ്റീവ് പ്രശ്നങ്ങളായിട്ടും, ഇപ്പോൾ സോളിൻ്റെ ഇഷ്യൂ ആവാം, ആത്മാവിൻ്റെ ഇഷ്യൂ ആവാം, എന്ന് വേണ്ട എല്ലാ ദിവസവും ജോലി എടുത്തിട്ടും സമ്പാദിച്ചിട്ടും പൈസ ഒരു കൂട്ടി വെച്ച് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊന്നും നടത്താൻ പറ്റാത്ത മനുഷ്യർ എന്ന് വേണ്ട ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യർ പല സ്ഥലങ്ങളിലെല്ലാം പോയി എന്തെല്ലാം പ്രതിവിധികൾ ചെയ്യാൻ പറ്റുന്നോ അതെല്ലാം ഒരു പക്ഷേ അവരുടെ ജീവൻ കൊടുക്കാൻ വരെ തയ്യാറായിട്ട് നിൽക്കുന്ന മനുഷ്യരുണ്ട്, കുടുംബത്തിന് വേണ്ടി, ഫാമിലിക്ക് വേണ്ടി. അപ്പോൾ പലപ്പോഴും രാജീവേട്ടൻ്റെ അടുത്ത് വരുന്ന ആളുകൾക്ക് ഒരു സംശയത്തിൻ്റെ ദൃഷ്ടിയിൽ എപ്പോഴും വരുള്ളൂ. കാരണം രാജീവേട്ടൻ കർമ്മം ചെയ്യുന്നൊരു വ്യക്തിയാകുമ്പോൾ ഇപ്പോൾ ഇതേ പ്രശ്നം എനിക്കുണ്ട് കേട്ടോ. പല ആളുകൾ എന്നെ കാണാൻ വേണ്ടി വരുമ്പോഴും ആളുകൾ വിചാരിക്കും ഇപ്പം എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, അത് വേഷങ്ങളില്ല, വേഷഭൂഷാദികളൊന്നുമില്ല, നമ്മൾ മറ്റു രീതിയിലുള്ള ലാംഗ്വേജുകളൊന്നും ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഈ വേഷങ്ങളിലല്ല, ഇതിൻ്റെ പ്രവൃത്തിയിലാണ് കാര്യമെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലുള്ളതാണല്ലോ. അപ്പോൾ ചേട്ടൻ്റെ അടുത്തോട്ട് പലപ്പോഴും ആളുകൾ സംശയത്തിൻ്റെ ദൃഷ്ടിയിലൂടെ കടന്നു വരികയും നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്ത് കൂട്ടുന്നത്, ഇനി വല്ല കൂടോത്രം മന്ത്രവാദം വല്ലതാണോ എന്ന് പലപ്പോഴും ആളുകൾക്ക് തോന്നിപ്പോവാം. കാരണം ഒരു ക്ഷേത്രം പണിത് വയ്ക്കുന്നു, അപ്പോൾ ഇതിൻ്റെ പുറകിൽ എന്താണ് സംഭവിക്കുന്നതെന്നും ഒന്നും മനസ്സിലാവുന്നില്ല. ഇനി വെള്ളത്തിൽ എന്തെങ്കിലും കലക്കി കൊടുത്തിട്ടാണോ, ഇനി വലിയ മയക്കുന്ന വല്ല പുകയും കൊടുത്തിട്ടാണോ എന്നൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നൊരു പള്ളിയിലച്ഛൻ്റെ കാര്യം ഒരിടയ്ക്ക് ചേട്ടൻ എൻ്റെ അടുത്ത് പറയാൻ ഇടയായി. അദ്ദേഹം ലോഹം ഊരി വെച്ചൊരു കഥ. അതെന്താ ശരിക്കും സംഭവം? സത്യത്തിൽ അത് ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരാളെ രക്ഷിക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ടായി. അതായത് വലിയൊരു ഹോസ്പിറ്റലിൽ നിന്ന്, നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു ഹോസ്പിറ്റലിൽ നിന്ന് ആ ഡോക്ടേഴ്സ് അദ്ദേഹത്തിനെ അവർക്ക് റിക്കവർ ചെയ്യില്ല എന്ന് അവർ ഉറപ്പിച്ച് പറഞ്ഞ് ആളെ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ടായി. ആ അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ അതിൽ വേണ്ടപ്പെട്ടവർ എന്നെ വിളിക്കുകയും ഞാനവിടെ ചെന്ന് ഒരു 20-25 മിനിറ്റ് അത്ര അടുത്തില്ലാന്ന് തോന്നുന്നു. ആൾ റിക്കവറി ആയി, ആളെ എനിപ്പിച്ച് നിർത്തി സംസാരിച്ച്. അത് വലിയൊരു ചർച്ചയായിരുന്നു അവിടെ. പക്ഷേ ആ ഹോസ്പിറ്റലിൽ വലിയൊരു ചർച്ചയായി. അങ്ങനെ ആ ഹോസ്പിറ്റൽ ഏതാണെന്ന് പറയാൻ പറ്റുമെങ്കിൽ ഹോസ്പിറ്റൽ അത് പറഞ്ഞത് വേറൊരു ബുദ്ധിമുട്ട് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയാത്തത്. ഫേമസ് ഒരു ഹോസ്പിറ്റലാണ്. അതുകൊണ്ടാണ് ഇനി അതൊരു മറ്റുള്ളവർ വേറൊരു രീതി ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഹോസ്പിറ്റലിൽ ഓൾറെഡി കൈവിട്ട കേസല്ലേ, അപ്പോൾ പറയുന്നതിന് കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അത് വേണ്ടെന്ന് തോന്നുന്നു. ശരി ശരി, മനസ്സെന്താ പോലെ. അപ്പോൾ വലിയൊരു ഹോസ്പിറ്റലാണ് നമ്മുടെ കേരളത്തിൽ തന്നെ. എത്ര ഫേമസ് ഒരു ഹോസ്പിറ്റലാണ് റോജിക്ക് അറിയാം, ഞാൻ പേര് പറയാൻ പേര് പറയാത്തത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയൊരു സർജനാണ് അദ്ദേഹത്തിന് നോക്കിയത്. പിന്നെ പോരാത്തതിന് അവിടുന്ന് പുറത്തുനിന്ന് ഡോക്ടേഴ്സ് വന്ന് നോക്കണം ഹോസ്പിറ്റലാണ്. അവർ നോക്കിയിട്ടും പറഞ്ഞത് റിക്കവർ ചെയ്യില്ല എന്ന് പറഞ്ഞത്. കാരണം അദ്ദേഹത്തിന് സംഭവിച്ചത് ബ്രെയിൻ വർക്ക് ചെയ്യില്ല, പിന്നെ അറ്റാക്ക് വന്ന് ഒരു ശ്വാസം തിരിഞ്ഞു പോയി, സംസാരശേഷി നഷ്ടപ്പെട്ടു. ഇതാണ് സിറ്റുവേഷൻ. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവർ പെട്ടെന്ന് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ രീതിയിൽ വന്ന് സംസാരിച്ചു. റിക്കവർ ചെയ്യില്ല എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ചെന്നിട്ടൊരു 20-25 മിനിറ്റ് കൊണ്ട് ആൾ സംസാരിക്കുകയും എൻറ്റുകയും ചെയ്തൊരു സിറ്റുവേഷൻ ഉണ്ടായി. അങ്ങനെ അത് ഉണ്ടായ സംഭവമാണ്. ആ സംഭവം നടന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു അച്ഛനാണ് ഇദ്ദേഹം. അങ്ങനെയാണ് അച്ഛൻ ഇതിൻ്റെ സത്യാവസ്ഥ തേടിയോട് വരെ ഞാൻ ചെയ്യുന്ന കാര്യം ശരിയല്ല, എന്നോട് പറഞ്ഞ അങ്ങനെയാണ്, ഞാൻ ചെയ്യുന്ന കാര്യം ശരിയല്ല എന്ന രീതിയിൽ സംസാരിക്കുകയും. കപ്പൂച്ചിൽ സഭയിലുള്ള ഒരു വൈദികനാണ്. ശരി. അപ്പോൾ അദ്ദേഹം പറയുകയും ചെയ്ത്. അപ്പോൾ അദ്ദേഹം പറയുകയും ചെയ്ത് ഞാനൊരു പഠിച്ച ഒരാളാണ്, വൈദികനാണ്, കാര്യങ്ങളൊക്കെ അങ്ങനെയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ ബഹുമാനിക്കുകയാണ്, ഇപ്പോഴും ബഹുമാനിക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു, കുറേ കാര്യങ്ങൾ ചോദിച്ചു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് ചോദിച്ചു ലാസ്റ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു എനർജിനെ കൊണ്ട്, ഒരു സത്യമായൊരു ചൈതന്യത്തിനെ കൊണ്ട് ചെയ്തേ.
ഇതെല്ലാവർക്കും ചെയ്യാം, അത് വേണമെങ്കിൽ താങ്കൾക്കും ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ വെറുതെ പറ്റിക്കുകയാണ്, ഞാനിതിനെക്കുറിച്ച് പഠിച്ച ഒരാളാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ടോക്ക്, ഭയങ്കര സംസാരം ഉണ്ടായി. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു താങ്കളുടെ കഴുത്തിൽ കിടക്കണ കൊന്തൊന്ന് ഊരി തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു ഊരി തരാമെന്ന്. ഊരി തന്ന് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴും പുള്ളി ആകെ സീനായി, അവിടെ വെട്ടിയലിച്ച് വീണു, അവിടെ കിടന്ന ആകെ. അദ്ദേഹത്തിനൊരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം മരണാനന്തര ചടങ്ങൊക്കെ നടത്തി കഴിഞ്ഞാൽ പുള്ളി അന്ന് ഉറങ്ങില്ല. അങ്ങനെ ഒരു ചടങ്ങിന് പോയി കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു വെച്ചാൽ എനിക്ക് പിന്നെ ഉറക്കം ഉണ്ടാവില്ല എന്ന് കുറേ ആൾ പറഞ്ഞാൽ ഭയപ്പെടുന്ന കുറേ കാര്യങ്ങളായിരിക്കും ആൾ പറഞ്ഞതാണ്. പക്ഷേ ഈ സിറ്റുവേഷൻ അതോടുകൂടി മാറി. പിന്നെ അദ്ദേഹം അതിന് ശേഷമാണ് അത് ഞാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞതും ആ ലോകം അവിടെ ഇപ്പോഴും. അതായത് അന്ന ദിവസം അദ്ദേഹത്തിന്റെ വൈദിക പട്ടം അത് അവിടെ വെച്ചിട്ട് ഇറങ്ങിപ്പോയി. ആള് പറഞ്ഞു ഞാൻ പഠിച്ചതല്ല ഇത്, ഞാൻ പഠിച്ച കാര്യങ്ങളല്ല, അതിനേക്കാൾ വലിയ കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാനത് ഉപയോഗിക്കാൻ അത് ആളല്ലാണ്ടായിരിക്കാം പുള്ളി അത് ഊരി അവിടെ വെച്ചത്. പവിത്രമായ സത്യം ഞാനിന്ന് എന്നും അദ്ദേഹം കൊണ്ടുവന്ന ബൈബിളും കാര്യങ്ങളെ അത്രയും ബഹുമാനിച്ചോട്ട് ഇന്നും അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹം കൊണ്ടുതന്ന ബൈബിളായിക്കോട്ടെ, അദ്ദേഹം തന്ന പല കാര്യങ്ങളും, എനിക്കൊരു കൊന്ത കൊണ്ട് തന്നിട്ടുണ്ട് അദ്ദേഹം, അതും ഇന്ന് അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അദ്ദേഹം ഇടയ്ക്ക് ആദ്യം വന്നുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു, ഇപ്പം പുറത്ത് പോയെന്ന് തോന്നുന്നു, പുറത്തേക്ക് പോയെന്ന് തോന്നുന്നു. നല്ല കാര്യങ്ങളായിരുന്നു. അവരുടെ ഫാമിലിയുള്ളവർ വന്നിട്ടുണ്ട്, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഓക്കെ ചേട്ടാ, ഇപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേര് എല്ലാവരുടെ ജീവിതത്തിലും ഒരുപാട് പ്രശ്നങ്ങൾ മാറണമെന്നും ഒക്കെ ആഗ്രഹിച്ച് നടക്കുന്ന മനുഷ്യരാണ് നമുക്ക് ചുറ്റുമുള്ളത്. ചേട്ടൻ ഇങ്ങനെ ഈ ICUയിൽ കിടന്ന ഒരു വ്യക്തിയുടെ അസുഖം മാറ്റിയെന്ന് പറയുമ്പോൾ തന്നെ അത് ഇങ്ങനത്തെ ആളുകൾ വിളിക്കുകയും സംസാരിക്കുകയും ചേട്ടൻ അതൊരു ചലഞ്ചിങ് ഒക്കെ ആയിട്ട് മാറൂലേ? അത് എന്താ ഇത് മാനദണ്ഡം ചേട്ടൻ? അങ്ങനെ ഒറ്റ കാര്യം, ഇത് നമ്മൾ ചെയ്യണമെന്ന് നമ്മളെ വിശ്വസിക്കണ്ട, ഒരു വിശ്വാസമുള്ള ഒരാളായിരിക്കണം. പിന്നെ ഒന്നാമത് നമ്മൾ അറിയണ ഒരാളായിരിക്കണം. അറിയാന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല ഞാൻ പറഞ്ഞത്, നമ്മളൊരു കാര്യം ചെയ്ത് കൊടുക്കുന്ന മനസാക്ഷിക്ക് ഒരു ധൈര്യം ഉണ്ടാവണം. ഇപ്പോൾ ഓടി വന്നിട്ട് ഒരു കാര്യം ഒരാൾക്ക് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞ് എനിക്ക് ചെയ്യാൻ പറ്റില്ല, ഉറപ്പായിട്ടും എനിക്ക് പറ്റില്ല. ഇപ്പം ഞാൻ എൻ്റെ ക്ഷേത്രത്തിൽ വെച്ച് അഭിനയിച്ച് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് തട്ടിപ്പെന്ന് പറയാം. ഇത് അത്രയും വലിയൊരു ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന സംഭവമാണ്. ആ ഹോസ്പിറ്റലിൽ വെച്ച് നടന്നിട്ട് ആ ഹോസ്പിറ്റലിൽ നിന്ന് ആളെ എഴുന്നേറ്റതിന് ശേഷം സംസാരിച്ചതിന് ശേഷമാണ് ഇതൊരു ചർച്ചയായിട്ടുള്ളൂ. അപ്പോൾ ആ ഡോക്ടർമാർ 100% പറഞ്ഞ് ആളെ റിക്കവർ ചെയ്യില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആണ് അവരെന്നെ വിളിച്ചത്. ആ വ്യക്തിയുടെ പ്രശ്നം എന്തായിരുന്നു? ആളെ ശരിക്കും പറയുകയാണെങ്കിൽ ആൾക്കൊരു അസുഖത്തിൻ്റെ ഒരു ബേസ് ഉണ്ടായിരുന്നു, അതല്ലാതെ ഒരു നെഗറ്റീവ് കാര്യം എടുത്തിട്ട് അടിച്ചതാണ് പുള്ളിനെ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് 3 ഹോസ്പിറ്റൽ വരും. ഒരു ഹോസ്പിറ്റലിൽ എന്ന് വെച്ചാൽ ഏറ്റവും വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്, ആ ഹോസ്പിറ്റലിൽ നിന്ന് മാറി ചെന്നിട്ടാണ് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു റിക്കവർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. മനസ്സിലായി ചേട്ടാ. ഞാൻ വേറെ മറ്റു കാര്യം ചോദിക്കട്ടെ ചേട്ടാ, ഇപ്പം നമ്മുടെ മുന്നിൽ ഒരുപാട് അസുഖങ്ങൾ തന്നെ. ഞാനിത് പ്രേക്ഷകൻ്റെ സംശയമാണ് ചോദിക്കുന്നത്. എനിക്കിതിനെ പറ്റി ധാരണയുണ്ട്, എനിക്ക് പോലും ഞാൻ പ്രേക്ഷകൻ്റെ നമ്മളിപ്പോൾ എൻ്റെ അറിവോ നമ്മുടെ അറിവുകളെ പറ്റിയല്ലല്ലോ സംസാരിക്കേണ്ടത്. അപ്പോൾ ഒരു സാധാരണ പ്രേക്ഷകൻ ഇങ്ങനെ ചിന്തിക്കുക, അതായത് ഈ അസുഖങ്ങൾ എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായിട്ട് വരുന്ന കാര്യമാണ്. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ പറയുന്ന ഒരു നെഗറ്റീവ് ഇഷ്യൂ ഉള്ളെങ്കിൽ വരുന്ന അസുഖമുള്ളവർക്ക് എല്ലാവർക്കും നെഗറ്റീവ് ഇഷ്യൂ ഉണ്ടെന്നാണ് ചേട്ടൻ പറയുന്നത്? ഒരു പരിധി വരെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നമ്മൾക്ക് ഒരു അസുഖം വരുമ്പോൾ ഒരു മാറാത്ത ചില അസുഖങ്ങൾ വരും. എന്തൊക്കെ? ചിലർക്ക് വരുമ്പോൾ വിട്ടുമാറാത്ത പല ബുദ്ധിമുട്ട്, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ. ആ മാനസിക പ്രശ്നത്തിൽ വരുന്ന ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് മറ്റുള്ള അസുഖങ്ങളിലേക്ക് നമുക്ക് മനസ്സ് കൊണ്ടുപോയി ശരീരം കൊണ്ടുപോകുന്നത്. ചെറിയൊരു കാര്യം ഉണ്ടാവുള്ളൂ. ചിലർ പറയും ഉറക്കമില്ല എന്ന് പറഞ്ഞൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഉറക്കമില്ല എന്ന് ചോദിച്ചിട്ട് നടക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഉറക്കമില്ല, അപ്പോൾ ഉറക്കഗുളിക കഴിക്കുക, അല്ലെങ്കിൽ ആ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യും. പക്ഷെ വീണ്ടും ഉറങ്ങാതെ പറ്റണ കുറേ അവസ്ഥ ഉണ്ടാവും. അതാണ് ഈ നമ്മൾ ശല്യം ചെയ്യുന്നതെന്ന് പറഞ്ഞ നെഗറ്റീവ് എനർജി. ഇത് നെഗറ്റീവ് എനർജി എന്ന് പറയുന്ന വാക്ക് തന്നെ തെറ്റാണ് എൻ്റെ കാഴ്ചപ്പാടിൽ. ഒരു മനുഷ്യനെ ശല്യം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അതിനെ. ഇപ്പോഴത്തെ കാലഘട്ടത്തിന് നെഗറ്റീവ് എനർജി, പോസിറ്റീവ് എനർജി, കാരണം ദോഷം എന്നുള്ളതും ഇന്ന് വാക്ക് മാറ്റിയിട്ട് ഇപ്പോൾ ഉണ്ടാക്കി വെച്ചാണ് വാക്കാണ് നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത്. കാരണം ഇന്നത്തെ ഒരു മോഡുലേഷനാക്കി ഇന്നത്തെ ജനറേഷൻ്റെ. പക്ഷേ ഇത് ഉണ്ട് എന്നുള്ളത് 100% ഉറപ്പാണ്. അത് പല ഡോക്ടേഴ്സും അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഞാനത് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ട് പല ഡോക്ടേഴ്സും 100% എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇന്നൊരു കാര്യമാണ്. ഈ അടുത്ത സമയത്ത് ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ ചോദിക്കും, ഇപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഒരു കണക്ട് ചെയ്ത് ഞാൻ പറയാം. എനിക്ക് വേണ്ടപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹം. ഒരു വലിയൊരു ഡോക്ടറാണ് അദ്ദേഹം, ഒരു സർജനും കൂടി ഒരാളാണ്. ആളുടെ പേര് ഞാൻ പറയില്ല, അതുകൊണ്ട് എനിക്ക് പറയാൻ പാടില്ല. അദ്ദേഹം ഒരാളെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ആളുടെ കിഡ്നി പോയി എന്നാണ് പറഞ്ഞത്. കിഡ്നി എന്ന് വെച്ചാൽ പെട്ടെന്ന് ആൾ ക്രിയാറ്റിൻ ഒരുപാട് കൂടി റിക്കവർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി കാര്യങ്ങളായി എന്ന് പറഞ്ഞത്. പക്ഷേ ആ ആൾ എന്നെ അറിയുന്നത് ഒരാളതിൻ്റെ പേരിൽ ഡോക്ടർ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്ന കിഡ്നിയുടെ ചുറ്റും പഴുപ്പായി എന്നാണ് പറഞ്ഞ ആൾ. അപ്പോൾ ഇപ്പോൾ ഞാനത് പറയുമ്പോൾ ആ ഡോക്ടർക്ക് അറിവില്ല, നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രക്ഷപ്പെടുന്നു പറഞ്ഞാൽ പല ആൾക്കാരുണ്ടാവും.
പക്ഷെ അദ്ദേഹത്തിന് അറിവുണ്ട്, സ്കാൻ ചെയ്ത് എല്ലാം ചെയ്ത ഒരു സംഭവമാണ്. പക്ഷെ ആൾ റിക്കവർ ചെയ്യില്ല എന്ന് പറഞ്ഞ ആളെ റിക്കവർ ചെയ്ത ആൾ വീട്ടിൽ സുഖമായിട്ട് ജീവിക്കേണ്ട. ഇപ്പോൾ അതുപോലെ തന്നെ ഡയാലിസിസ് ചെയ്യുമെന്ന് പറഞ്ഞൊരു വ്യക്തി, ഡയാലിസിസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് സ്റ്റഡ് ഇടാൻ വേണ്ടി കൊണ്ടുപോയി 45 രൂപ 45,000 അങ്ങനെ വലിയൊരു എമൗണ്ടാണ് ഇന്ന് ചെയ്യണത്. സ്റ്റഡ് ഇടാൻ കൊണ്ടുപോയി ഡയാലിസിസ് ചെയ്യുന്നത് ഫിക്സ് ചെയ്ത ആളെ ഞാൻ പറഞ്ഞു ഡയാലിസിസ് ചെയ്യണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു വന്നിട്ട് ഇന്ന് ആൾക്ക് ക്രിയാറ്റിൻ 3.2 ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ഇവരുടെ പ്രശ്നം എന്തായിരുന്നു ശരിക്കും? ഇവരുടെ കൂടെ നിൽക്കുന്ന ചില നെഗറ്റീവ് ദോഷകാര്യങ്ങളുണ്ടെങ്കിൽ അത് ബോഡിയിൽ പല കാര്യങ്ങളുണ്ടാക്കി വയ്ക്കും. പല നമുക്ക് ബാക്കിയുള്ള ആളുകൾക്ക് എന്താ ഈ പ്രശ്നം ഉണ്ടാവുന്നത്? ഇപ്പോൾ നെഗറ്റീവ് എനർജി ഇല്ലാത്ത ഒരുപാട് ആളുകൾക്ക് ഇഷ്യൂ ഉണ്ടല്ലോ. ഉറപ്പായിട്ടുണ്ടാവും. അത് കാരണം വെച്ചാൽ പലർക്കും ഇത് ബാധിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഇത് ചെയ്തു കൊടുക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞത്. ഞാനതുകൊണ്ട് വ്യക്തമായിട്ട് പറഞ്ഞത്. കാരണം ഇങ്ങനത്തെ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അതിന് കൃത്യമായിട്ട് മനസ്സിലാകും. അസുഖമാണെങ്കിൽ അസുഖമാണെന്ന് നമുക്ക് മരുന്ന് കഴിച്ചാൽ മാറും. 99% മാറും അസുഖമാണെങ്കിൽ. രാജുവേട്ടൻ പറയുന്ന കാര്യങ്ങളോട് 90 അല്ലെങ്കിൽ 100% എനിക്കിത് മനസ്സിലാവുന്ന കാര്യമോ. ഞാൻ ഇതിലൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്, എൻ്റെ അനുഭവങ്ങളും ഇത് തന്നെയാണ്, സെയിമാണ്. പക്ഷേ അപ്പോഴും നമ്മുടെ പ്രേക്ഷകരെ നമ്മൾ മുകളിലേക്ക് എടുത്തേ പറ്റൂ. നമ്മളിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഈ പ്രേക്ഷകർക്ക് ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ ഭീകരമായിരിക്കും. കാരണം നമ്മളൊരു അന്ധവിശ്വാസം സ്പ്രെഡ് ചെയ്യുന്നതാണ് ഇവർ ആദ്യം ചിന്തിക്കുള്ളൂ പ്രേക്ഷകർ. കാരണം ഈ ക്യാൻസർ ബാധിതയായ ആളുകൾ, സ്റ്റഡ് ഇടുന്ന വാൽവുകൾ സ്റ്റഡ് ഇടുന്ന മനുഷ്യർ, അസുഖങ്ങളുള്ള മനുഷ്യരെ നമ്മൾ ഹീല് ചെയ്തു എന്ന് പറയുമ്പോൾ, അങ്ങനെയെങ്കിൽ ചേട്ടന് ഈ ഹീലിംഗ് മാത്രമായിട്ട് നടന്ന ഒരുപാട് രോഗികൾ രക്ഷപ്പെടില്ലേ? ഒന്ന് ക്യാൻസർ സെൻ്ററിലോട്ടൊന്ന് ഇദ്ദേഹത്തെ ഒന്ന് കൊണ്ടുപോയി നോക്കൂ എന്നൊക്കെ പറയുന്ന കമൻറ്റുകളായിരിക്കും ഭൂരിപക്ഷം നമുക്ക് വരുന്നത്. അപ്പോൾ അതിനോട് എങ്ങനെ ചേട്ടൻ പ്രതികരിക്കുന്നത്? എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യം ഞാൻ പറയാം. ഇത് ഒരിക്കലും ചെയ്യരുന്ന അഭിപ്രായക്കാരൻ ഞാൻ. ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അത് എനിക്ക് ഒരുപാട് പ്രശ്നം എനിക്ക് ഉണ്ടാക്കും. ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തൊരു മുസ്ലിംസിൽ പെട്ട ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കാല് മുറിച്ച് കളയാൻ അമൃത ഹോസ്പിറ്റലിൽ കയറ്റുക. ഇന്ന് ആൾ ജീവിച്ചിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണാൻ പലർക്കും അറിയാം, വ്യക്തിനെ അറിയാം. അങ്ങനെ അവർക്ക് അതിന് വിശ്വാസമല്ലാത്ത ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അനിയൻ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതിൻ്റെ പേരിൽ ഇങ്ങനെ വന്ന് പറഞ്ഞതിനോട് പറഞ്ഞു, രാജീവൻ്റെ ഇക്കയുടെ കാല് മുറിക്കാൻ ഫിക്സ് ചെയ്ത് ഇങ്ങനെ അമൃത ഹോസ്പിറ്റലിലാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ അമൃത ഹോസ്പിറ്റൽ, ഞാൻ പേരെടുത്ത് പറഞ്ഞ അമൃത ഹോസ്പിറ്റലിലേക്ക് ഞാൻ പോയി. അദ്ദേഹം ഉണ്ടായിരുന്നു, അദ്ദേഹം ഉണ്ട്. അവരുടെ വീട്ടിൽ അവൻ്റെ ഏട്ടനെ അറിയില്ല, കാല് മുറിക്കണ കാര്യം അറിയില്ല. അപ്പം ഞാൻ ചെല്ലുമ്പോൾ ഈ എല്ല് മാത്രം നടക്കുമ്പോൾ ഇങ്ങനെ മാംസം വീട്ടിട്ടൊരു ഗ്യാപ്പാണ് സംഭവം. അപ്പോൾ ഞാൻ അവിടുത്തെ ഡോക്ടറെ പോയി, ഞാൻ ലിഫ്റ്റിൽ പോരുമ്പോൾ കണ്ടപ്പോൾ അവർ പറഞ്ഞു ഇതാണ് ഡോക്ടർ. അപ്പോൾ നമ്മൾ ഒരു ദിവസം ഗ്യാപ്പ് വരുമെന്ന് ചോദിച്ചാൽ, ഒരു ദിവസം ഗ്യാപ്പ് വരുവാണെങ്കിൽ അപ്പോൾ ആൾ പറഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് മുറിച്ച് കളയേണ്ട സിറ്റുവേഷനാണ്. അവർ അതിനുള്ള എല്ലാ സജ്ജീകരണം ചെയ്തു വെച്ചാൽ. പക്ഷേ പിറ്റേ ദിവസം ഞാൻ ആ സാധനം അത് വലിഞ്ഞു ഉണങ്ങി കഴിഞ്ഞപ്പോൾ മുറിച്ചിട്ടില്ല. ഇന്ന് ആൾ കാലിൽ മുറിച്ചിട്ടില്ല. പക്ഷേ ആ ആളുടെ ഗ്യാപ്പും ഇന്നും നടുക്ക് ഒരു ഗ്യാപ്പായിട്ട് കാലുമ്പോൾ നിൽക്കുന്നുണ്ട്. ആ ആളിന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്ന ഒരു കാര്യങ്ങൾ ആൾ ചെയ്തിട്ട് മരിച്ചു എന്ന് പറഞ്ഞ ഒരാളല്ല. ഈ പറഞ്ഞ വ്യക്തികളൊക്കെ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ മാത്രമല്ല, ഇവരുടെ കയ്യിൽ ഇവർ ചെയ്ത മെഡിസിൻ്റെ എല്ലാ റിപ്പോർട്ടും ഉണ്ടാവും. സ്കാനിങ്ങും എല്ലാ റിപ്പോർട്ടും ഇവരുടെ കയ്യിൽ എവിഡൻസ് ആയിട്ടിരിക്കുന്നുണ്ടാവും. അത് പരിശോധിക്കാം. അല്ലെങ്കിൽ ഞാൻ വെറുതെ പറയുന്ന ഒരാളാണ്. ഞാൻ അങ്ങനെ എല്ലാവരും ഒരുപാട് ആൾക്കാർ പോയി രക്ഷിച്ചിട്ടൊന്നുമില്ല. ഒരുപാട് ഹോസ്പിറ്റലിൽ പോയി ഞാൻ ആരും രക്ഷിച്ചത്, ഞാൻ രക്ഷിച്ചെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആൾക്കാരെ 1, 2, 3 ആൾക്കാരെ മാത്രമേ ഞാൻ നോക്കിയുള്ളൂ. അത് നോക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്ന് എൻ്റെ അത്രയും കരഞ്ഞ് എൻ്റെ കൂടെ നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടാണ് ഞാനത് ചെയ്തത്. ശരിക്കും ഇതൊന്നും ചെയ്യാൻ പാടില്ല. ഉള്ള കാര്യം തുറന്നു പറയാൻ എന്താ, ഇത്തരം കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിനെ ഒരുപാട് എന്നെ ബാധിച്ചിട്ടുണ്ട്. എൻ്റെ ശരീരത്തെ ഒരുപാട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടായി. അതൊരു സമയം കഴിഞ്ഞാൽ അത് പിന്നെ നമ്മുടെ ശരീരത്തിൽ മാറുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ ഇത് കേൾക്കുന്ന ആൾക്കാർ പറയും അന്നങ്ങനെ എല്ലാവരും നാളെ എൻ്റെ അടുത്ത് പോകാമെന്ന് പറയുന്ന റോജി പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, അങ്ങനെ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എന്ത് അസുഖം ഉണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്ത് മരുന്ന് കഴിക്കണം. അപ്പം ഞാനൊരു വയ്യായിക ഉണ്ടെങ്കിൽ ഞാൻ ഡോക്ടറെ കാണണം. പറ്റില്ല എന്ന് നിങ്ങൾക്ക് അവസാന ഒരു പ്രതീക്ഷ മാത്രം വരിക, അത്രേ ഉള്ളൂ. അല്ലാതെ വരരുത്, ഒരിക്കലും വരരുത്. കാരണം ഡോക്ടർമാർക്ക് ആരും കൈ ഒഴിഞ്ഞ് ആൾ രക്ഷപ്പെടില്ല എന്ന് മുഖത്ത് നോക്കി പറഞ്ഞാൽ നിങ്ങൾക്കൊരു വോയിസ് ഇല്ലെങ്കിൽ മാത്രമേ ഇതിനെ സ്വീകരിക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് ഒരു വയ്യായിണ്ട് ഓടി വന്നിട്ട് ആളുടെ ഞാൻ MBBS പഠിച്ച ആളല്ല. അതാദ്യം മനസ്സിലാക്കുക. കാരണം എന്ത് പറയുമ്പോൾ തന്നെ പറയും അങ്ങനെ ആളുടെ അടുത്ത് കൊണ്ടുവന്ന് അതല്ല ചിന്തിക്കേണ്ടത്. ഇപ്പോൾ എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് പറ്റില്ല എന്ന്, നമ്മൾ രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടും ആളുടെ ജീവൻ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു വഴി കൂടെ രക്ഷിക്കാനേ നമ്മൾ നോക്കുള്ളൂ. അതാണ് അതിൻ്റെ ഒരു സത്യം. ആ സത്യത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാനേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ എൻ്റെ മകനും അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെ അസുഖം ഞാൻ പറഞ്ഞാൽ നിർബന്ധമായിട്ടും ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കണം എന്ന് ഞാൻ പറയാൻ കാരണം അവരും കൂടി നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ
നമ്മൾ ഒരു സൊല്യൂഷൻ കണ്ടെത്തണം നമ്മുടെ മനസ്സുകൊണ്ട് തോന്നിക്കഴിഞ്ഞാൽ എത്താവുന്നൊരു കാര്യം. ഞാൻ പല കാര്യങ്ങളും അങ്ങനെ ചെയ്തേക്കണ ഒരാളാണ്. ഞാൻ അന്ന് തുറന്നു പറഞ്ഞു ഞാൻ ചെയ്ത കാര്യങ്ങൾ അത് പറഞ്ഞ് അതിൻ്റെ എവിഡൻസ് അടക്കം തരാനുള്ള തയ്യാറായി അവരോട് നേരിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. എനിക്ക് ആ ബോധ്യമില്ലെങ്കിൽ ഞാൻ ഈ പണിക്ക് നിൽക്കില്ല. ഞാൻ അപ്പോഴും പറയണ് ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും ഞാൻ ഇനി മനസ്സുകൊണ്ട് ചെയ്യരുതെന്ന് വിചാരിച്ചിരിക്കണ ഒരാളാണ്. കാരണം വെച്ചാൽ അതിൻ്റെ ഒരു ഇഫക്റ്റ് ഭയങ്കര ഒരു ബുദ്ധിമുട്ടൊക്കെ നമുക്കുണ്ടാവും. ആരോടും മിണ്ടാൻ പോലും പറ്റാത്ത അവസ്ഥകൾ ഞാൻ നേരിട്ട് അനുഭവിച്ച ഒരാളാണ്. ഇപ്പോൾ ഞാൻ പറയാതെ തന്നെ റോജിക്ക് അത് മനസ്സിലാവും. അത് പല കാര്യങ്ങൾ പല ആൾക്കാരും ഞാൻ മാത്രമല്ല എന്നെക്കാളും ഒരുപാട് ആൾക്കാർ ഇങ്ങനത്തുള്ള ഒരുപാട് രോഗങ്ങൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതിനെ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ആൾക്കാർ കാണുന്നത് തട്ടിപ്പായിട്ട് കാണാം. അത് ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഈ പറഞ്ഞ ആളിൽ ഒരാളിൽ ഒരു 5ൻ്റെ പൈസ ഞാൻ മേടിച്ചിട്ടുമില്ല. അതും പറയാമല്ലോ. ഞാൻ അത് വേണ്ടി ചെയ്തിട്ട് വലിയ കർമ്മം ചെയ്യുന്നു വിചാരിക്കേണ്ട. ഒരു 5ൻ്റെ പൈസ ഇവരെന്ന് ആരോ ഒരു കാര്യം ഞാൻ മേടിച്ചില്ല, മേടിക്കില്ല. ഇനി ഈ ചെയ്ത ആളുകളുടെ കാര്യം ഇന്നാണ് പറയുന്നത് പബ്ലിക്കിന് മുമ്പിലും. അല്ല, ചില ആളുകൾ വിചാരിക്കില്ല ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ്, പ്രൊമോഷന് വേണ്ടിയിട്ടാണ് എന്ന് വേണമെങ്കിൽ ചിന്തിക്കാമല്ലോ. അതിപ്പോൾ എനിക്ക് തോന്നുന്നു രാജീവേട്ടൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ ആയിരിക്കും ഒരു പക്ഷേ. സത്യമായിട്ടും അത് ആദ്യമായിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞു റോജിയോടുള്ളൊരു സ്നേഹം കൊണ്ട് ഞാൻ എന്തുകൊണ്ടെന്ന് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മളിത് ചെയ്താൽ റോജി നമ്മുടെ അടുത്തൊരാൾ വരുമ്പോൾ ഇവരുടെ ബുദ്ധിമുട്ട് നമ്മൾ സ്വീകരിക്കേണ്ട ഒരാളാണ്. ഇപ്പോൾ ആ സമയത്ത് വേറൊരു ചടങ്ങ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇത് വിഷയമല്ല. ഇത് കഴിഞ്ഞിട്ട് ആളുടെ പണിക്ക് പോവുക, എനിക്കത് ചെയ്യാൻ പറ്റില്ല. ഇത് ഞാൻ ചുവന്നുകൊണ്ട് നടക്കണ ഒരാളാണ്. ഒരുപാട് പേരെ ഞാൻ കാണുമ്പോൾ അവരെ എനർജി ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ബോഡിയിൽ ഒരുപാട് പ്രശ്നമാണ്. അപ്പോൾ ചോദിക്കുക എന്തിനാണ് ചെയ്യണമെന്ന്. വേറെ ആരാ ചെയ്യാനുള്ളത്? ഇപ്പോൾ എൻ്റെ ക്ഷേത്രത്തിൽ വന്ന് ഓരോരുത്തർക്കും നന്മ ഉണ്ടായിട്ടാണ് ആ ക്ഷേത്രം നിലനിൽക്കണേ. അല്ലെങ്കിൽ ആ ക്ഷേത്രം നശിച്ചു പോകണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ക്ഷേത്ര കാര്യങ്ങൾ ശരിയല്ലെങ്കിൽ ആ ക്ഷേത്രം നശിച്ച് തന്നെ പോകണം. എന്താ പ്രശ്നം? ഒരു തെറ്റില്ല. അങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടാകാൻ പാടില്ല ഭൂമിയിൽ, പ്രത്യേകിച്ച് എൻ്റെ ക്ഷേത്രം. എനിക്ക് അത്ര കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റണമെങ്കിൽ ഞാൻ ചെയ്ത കാര്യം ശരിയായതിൻ്റെ പേരിലേ തരുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ ക്ഷേത്രം നിലനിൽക്കരുത്. ഞാൻ എൻ്റെ ക്ഷേത്രത്തിൽ വന്നവരോട് പറയും ഈ ക്ഷേത്രം ശരിയല്ലെങ്കിൽ നിലനിൽക്കരുത്. ഇങ്ങനെ ഒരു തട്ടിപ്പ് പ്രസ്ഥാനം ഭൂമിയിൽ ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ അറിവുള്ളടത്ത് പോയി രക്ഷപ്പെടണം. എന്നെ സംബന്ധിച്ച് നല്ല ആരോഗ്യമുള്ള ഒരാളാണ് ഞാൻ, പണിയെടുത്ത് ജീവിച്ച ഒരാളാണ്. എനിക്കതിനകത്ത് 100% എനിക്ക് ബോധ്യമുണ്ട്.